ഹായ്, ഞങ്ങളിന്ന് ശിവസമുദ്രയും സോമനാഥപുരവും സന്ദർശിക്കാൻ വേണ്ടി ഒരു വൺ ഡേ ട്രിപ്പിന് വന്നതാണ്. എന്നോടൊപ്പം ഉള്ളത് അനിൽ തങ്കപ്പനാണ്, പ്രശസ്ത ഫോട്ടോഗ്രാഫറാണ്. ബേബി തങ്കപ്പിൽ ബേബിയുടെ മകനാണ് ഞാൻ. അനിൽ തങ്കപ്പച്ചൻ്റെ മകനാണ് അനിൽ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ട്രിപ്പുകൾ പോകാറുണ്ട്. ഇപ്പം കുറച്ച് കാലമായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഇനിയും ഞങ്ങൾ ഇതുപോലെ ട്രിപ്പുകളൊക്കെ പോയി ദൃശ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഞാൻ ശിവസമുദ്രയാണുള്ളത്. ഇവിടെ മീൻ വറുത്തെടുക്കുന്ന ഒരു അക്കയെ കണ്ടു. അക്ക ನಿಮ್ಮ ಹೆಸರೇನು? ചിക്തയമ്മ. ഇവരിവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ തൊട്ട് ബാക്കിലുള്ള പുഴയിൽ നിന്ന് മീൻ പിടിച്ച് അത് വറുത്ത് ഫ്രഷായിട്ട് നമുക്ക് തരികയാണ്. ഇവിടുത്തെ മീൻ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഇവിടെ ഉള്ള പുഴയിൽ നിന്ന് പിടിച്ച് ഈ അക്ക ಹೆಸರು ಚಿಕ್ತಯಮ್ಮ. ಅದೇ ಅಂಗಡಿ ಹೆಸರು ചിക്തയമ്മ എന്ന തായ്മകൾ അങ്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് മീൻ ഇവര് പിന്നെ തീയിൽ പൊരിച്ചു തരും. മീൻ ಹೆಸರೇನು? ಕಾಟ್ಲೆ, ರಘು, ಟೈಗರು, ಜಿಲೇಬಿ. ಇದು ಬೆಳಿಗ್ಗೆ ನೀವು ಇಸ್ಕೊಂಡು ಬರೋದು ಇದು? ಫಿಶ್ ಫ್ರೈ ಬೇಕಾದ್ರೆ ಬನ್ನಿ. ഇവിടെ ഭയങ്കര കാറ്റാണ്. തീ കെട്ടുപോകുന്നതുകൊണ്ട് ഞാൻ കാറ് അടുപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെയ്ത് കാറ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ ഇത് പൊരിക്കുന്നത്. ತಿಂತಾರೆ. ನಮ್ದು ವಿಡಿಯೋ ನೋಡಿ ಸುಮಾರು ಜನ ಬರ್ತಾರೆ ಇಲ್ಲಿಗೆ. ಮಸಾಲಾ ಚೆನ್ನಾಗಿ ಮಸಾಲಾ ಕೊಟ್ಟು ಅದ್ರ ತಕ್ಕ ಎಣ್ಣೆ ಬಿಟ್ಬಿಟ್ರೆ ತುಂಬಾ ಒಂದ್ ತಿನ್ನೋದು ಎರಡು ತಿಂತಾರೆ ಸರ್. ಎಣ್ಣೆ ಹುರಿದು ಬಿಟ್ಟು ಅದೆಲ್ಲ ಉಳ್ಳಲ್ಲಿ ಆಡಿಸಿ ಉಪ್ಪಲ್ಲಿ ನೆನೆ ಹಾಕಿ ಮೀನು ಸೋರು ತೆಗ್ದು ಮಸಾಲೆ ಕಲಸಿ ಅದ್ರ ಮೇಲೆ ಸ್ವಲ್ಪ ಧನಿಯಾ ಪುಡಿ ಹಾಕಿ ಕುಲ್ಕಿ ಕಲರ್ ಹಾಕಲ್ಲ, ಆರೆಂಜ್ ಹಾಕಲ್ಲ ನೋಡಿ. കളറൊന്നും ചേർക്കാതെ വളരെ നാച്ചുറൽ ആയിട്ടാണ് അക്ക ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അക്ക ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള ചേരുവകൾ മാത്രമേ അക്ക ചേർക്കാറുള്ളൂ. കളർ ആയിട്ടുള്ള അങ്ങനെ വേറെ ഒരു രുചി ഉണ്ടാക്കാൻ ടേസ്റ്റ് മേക്കർ ഒന്നും ഉപയോഗിക്കാറില്ല. ഇത് ಮಿಲ್ಲಲ್ಲಿ ತಗೊಂಡ್ಬರೋದ? ಇದು ಪೌಡರ್ ಎಲ್ಲ ಮನೆಯಲ್ಲಿ ಎಲ್ಲ? ഇതിൽ ചേർക്കുന്ന പൊടികളൊക്കെ അക്ക തന്നെ വീട്ടിൽ ഇടിച്ചുണ്ടാക്കിയിട്ടാണ് അതിൻ്റെ ഒരു രുചി ഉണ്ടാകും. അപ്പം നിങ്ങളും ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഇവിടെ വന്ന് അക്കയുടെ കടയിൽ നിന്ന് ഫിഷ് ಫ್ರೈ മേടിച്ച് കഴിക്കാം. ನಾವು ಹೇಳಿದೆ ಮಲಯಾಳಂನಲ್ಲಿ ಹೇಳಿದೆ ಬರ್ತಾರೆ ಊರಿಂದ ಎಲ್ಲರೂ. ನೀವು ಕನ್ನಡದಲ್ಲಿ ಹೇಳ್ಬಿಡಿ. ನಮ್ಗೆ ಎಷ್ಟೆಷ್ಟು ಬೇಕು ಅಷ್ಟು ಮಸಾಲಾನ ಎಲ್ಲನೂ ಜೋಡಿಸ್ಕೊತೀವಿ. ಜೋಡಿಸ್ಕೊಂಡು ಸ್ವಲ್ಪ ಸಂಪುರಿ ಎಣ್ಣೆ ಹಾಕೊಂಡು ಎಲ್ಲನೂ ಹುರ್ಕೊಂಡು ಅದೆಲ್ಲನೂ ಕುಟ್ಟಿ ಕಲ್ಲಲ್ಲಿ ಉಬ್ಬಿ
ನಮ್ಗೆ ಎಷ್ಟು ಬೇಕೋ ಅಷ್ಟೇ ಕಲ್ಸ್ಕೊಂಡು ಮೆತ್ಕೊಳ್ಳೋದು. ಆಯ್ತಾಯ್ತು, ಒಳ್ಳೇದು. ಮಿಲ್ಲಲ್ಲಿ ಪಲ್ಲೆ ಬಿಡಿಸಲ್ಲ ಸರ್, മില്ലിൽ ಮಿಲ್ಲಲ್ಲಿ ಎಲ್ಲ ಎಳ್ಕೊಂಡ್ಬಿಡ್ತದ. റെഡിമെയ്ഡ് പാക്കറ്റിൽ വാങ്ങുന്നതോ മില്ലിൽ പൊടിക്കുന്നതോ ഒന്നല്ല, അക്ക വീട്ടിൽ തന്നെ മുളകും മസാലയൊക്കെ പൊടിച്ചുണ്ടാക്കിയിട്ടാണ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത്. ಎಲ್ಲ ನಮ್ಗೆ ಎಷ್ಟು ಬೇಕೋ ಅಷ್ಟು ಹಾಕೊಂಡು ಇದು ಮಾಡ್ಕೊಂಡು ಒಂದು ತಿನ್ನೋದು. ಒಂದು ಮೀನು ಯಾವ ಭಾನುವಾರನೂ ಚೆನ್ನಾಗಿಲ್ಲ ಅಂತ ಇಟ್ಬಿಟ್ಟು ಹೋಗಲ್ಲ. ഇവിടെ വരുന്ന ആരും അക്കയുടെ മീൻ കഴിച്ചവരാരും ഇത് മോശം എന്ന് പറഞ്ഞ് പോവില്ല. ഇവിടെ തന്നെ വന്ന് വീണ്ടും കഴിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്ന് മീൻ കഴിക്കാം. ഇത് ഐസോ അങ്ങനെ ഒന്നും ഇടാതെ ഫ്രഷായി പിടിച്ചുകൊണ്ട് വരുന്ന, ഇപ്പോൾ രാവിലെ പിടിച്ച മീൻ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു 12-1 മണി തൊക്കെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. വൈകുന്നേരം ഒരു 6:30-ക്കുള്ളിൽ ഇവർ നിർത്തും. ആ സമയം വരെയാണ് ഇത് കിട്ടുക. നല്ല ഫ്രഷ് മീനാണ്. ഫിഷ് ഫ്രൈ ആദ്യം ഇട്ട ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഫിഷ് അമ്മ മസാലയൊക്കെ പുരട്ടി നമുക്ക് വറുത്ത് തരും. ഇപ്പം ഇഷ്ടംപോലെ മീൻ ഇവിടെ ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫ്രൈ ചെയ്ത് തരും. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.